ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ 2 നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനും രണ്ടാമത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് മധ്യ ഗുജറാത്ത് VIG കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, ഈ 2 നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ECLൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ നോട്ടിഫിക്കേഷൻ ഇതാണ്, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയും കേട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ വരുന്നതാണ്. അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണാം, നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലേക്ക് വോക്ക് ഇൻ സെലക്ഷനാണ്, പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്. അങ്ങനെയാണെങ്കിലും ഇനീഷ്യലി 1 വർഷത്തേക്കാണ് നിയമിക്കുന്നതെങ്കിലും മാക്സിമം 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റാണ്. അതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രൊജക്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. PEC എന്നാണ് അതിൻ്റെ പോസ്റ്റ് കോഡ് കേട്ടോ. BE അല്ലെങ്കിൽ BTech ആണ് അതിലേക്ക് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത. മിനിമം 60% മാർക്ക്, ടോട്ടൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം. ദെൻ ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്, 3 വർഷം എക്സ്പീരിയൻസ് വേണം. ഇവിടെ കണ്ടോ, ഇതൊക്കെ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇവിടെ കണ്ട അപ്രൻറ്റീഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ വ്യക്തമാക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 33 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് പേയ്മെൻറ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 40,000, സെക്കൻഡ് ഇയറിൽ മന്ത്ലി 45, തേർഡ് ഇയറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 50,000, ഫോർത്ത് ഇയറിലൊക്കെ വരുമ്പോഴത്തേക്ക് 55,000 പെർ മന്ത് നിങ്ങൾക്ക് റെമ്യൂണറേഷനായിട്ട് ലഭിക്കും. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഒരു യൂണിഫോം അലവൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് 8,400 ആഫ്റ്റർ നിങ്ങൾ ഒരു 6 മന്ത് കംപ്ലീറ്റ് ചെയ്താൽ 8,400 നിങ്ങൾക്ക് ഒരു തവണ ഒരു എന്താ പറയുക അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ടെക്നിക്കൽ ഓഫീസർ നിങ്ങളുടെ TOC എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. BE or BTech എന്നാണ്. ഏതൊക്കെ ഡിസിപ്ലിൻ ആണെന്നുള്ളത് വ്യക്തമായിട്ടും പറയാം. അറ്റ്ലീസ്റ്റ് 60% മാർക്ക് വേണം. ഇവിടെ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1 വർഷത്തെ എക്സ്പീരിയൻസിന് പകരം നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ എത്ര വർഷം നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തോ, 1 വർഷത്തെ അപ്രൻറ്റീഷിപ്പാണ് നിങ്ങൾ ചെയ്തെങ്കിൽ അതെന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രൊജക്ട് എഞ്ചിനീയർ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ 1 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് ചെയ്തു, നിങ്ങൾക്ക് 2 വർഷത്തെ എന്തുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ കൂട്ടി നിങ്ങൾക്ക് ടോട്ടൽ 3 എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കോൺട്രാക്റ്റ് വർക്കിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഇത്തരം വേക്കൻസികളൊക്കെ ഒരുപാട് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങൾ ഒരുപാട് വിളിക്കാറുണ്ട്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിന് നല്ല സാലറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പെർമനൻറ്റ് ജോലി തന്നെ എല്ലാവർക്കും നമുക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എക്സാം എഴുതി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടി വരും, അധികം കുറച്ച് നമ്മൾ അതിന് പ്രയത്നിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം വേക്കൻസിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന വേക്കൻസിയിലേക്കൊക്കെ ആ ഒരു എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം 25,000 ഇതിൻ്റെ സാലറി ആദ്യത്തെ വർഷം മന്ത്ലി കിട്ടുക. രണ്ടാമത്തെ വർഷം തുടരുകയാണെങ്കിൽ 28,000, 3-4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് 31,000 പെർ മന്ത് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ APEC ആണ് ഇതിൻ്റെ കൂടെ, ഡിപ്ലോമയാണ് ഇതിലേക്ക് വേണ്ട യോഗ്യത. ഇതിലേക്ക് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡിപ്ലോമയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഇതിന് മന്ത്ലി നിങ്ങൾക്ക് 26,208 രൂപയാണ് ലഭിക്കുക. ഇനി സീനിയർ നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഓൺ കോൺട്രാക്ട് ബേസ് നിങ്ങളുടെ SAC എന്ന് പറയും. ഇതിൽ IT ആണ് യോഗ്യത വേണ്ടത്. ജസ്റ്റ് പാസ് ഔട്ട് ആയാൽ മതി. IT ഏതാ ഡിസിപ്ലിൻ എന്നൊക്കെ ഞാൻ പറയാം, ട്രേഡൊക്കെ പറയാം കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് ഉണ്ടെങ്കിൽ അത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ടോട്ടൽ 2 വർഷമാക്കാം. ഇനി 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും കേട്ടോ. അത് റിലവൻറ്റ് ട്രേഡിലായിരിക്കണം എന്നുള്ളതാണ്. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 24-18 മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വരുന്നതിന് മുൻപ് നമുക്കിതിൻ്റെ എലിജിബിലിറ്റി അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അനുബന്ധത്തിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് എടുക്കട്ടെ. യെസ്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഓരോ സോൺ വൈസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈദരാബാദ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുംബൈ, അതുപോലെ തന്നെ ചെന്നൈ സൗത്ത് സോണിൽ അങ്ങനെ കൊൽക്കത്ത, അതുപോലെ തന്നെ ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ സോൺ വൈസ് ആണ്.
വേക്കൻസികൾ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം കേട്ടോ. എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് കോഡ് നോക്കാം. അവിടെ PEC നിങ്ങൾക്കിവിടെ കാണാം, പ്രൊജക്ട് എഞ്ചിനീയർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് BE ഓർ BTech ആണല്ലോ. അപ്പോൾ ECയിലോ ETCയിലോ അല്ലെങ്കിൽ E&Iലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് BE ഓർ BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി TOC എന്ന് പറയുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഇത് നോട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് നോക്കിയിട്ട് പറയാം. ടെക് ഓഫീസർ ആണല്ലോ അല്ലേ, ടെക്നിക്കൽ ഓഫീസർ. അപ്പോൾ ഇതിലേക്ക് BE ഓർ BTech ആണ് വേണ്ടത്. ഓക്കെ, ടെക്നിക്കൽ ഓഫീസറിലേക്ക് നമുക്ക് BE ഓർ BTech ആണ് വേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും CSE IT അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ BE ഓർ BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇതും TOC തന്നെ കാറ്റഗറി 2 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസിപ്ലിനിൽ ECE EEE ഇലക്ട്രോണിക്സ് ഓക്കെ, ഇത് അടുത്തത് നിങ്ങൾക്ക് ഓരോ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരോ വേക്കൻസികളാണ്, ലിമിറ്റഡ് വേക്കൻസിയാണ്, നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BE ഓർ BTech. പിന്നെ ഇത് AP ഉണ്ട്. APൻ്റെ നമുക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷനിൽ APയിൽ ഡിപ്ലോമയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ APയിൽ നമുക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. യെസ്, ഇവിടെ കണ്ടോ നിങ്ങൾക്ക് APയിൽ ഈ പറയുന്ന ECE ഇലക്ട്രോണിക്സിലോ ഒക്കെ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതൊക്കെ പ്രൊജക്ട് എഞ്ചിനീയർ മുമ്പേ സോണിലാണ്, വ്യത്യാസം വന്നു. പിന്നെ എസ്സേൻ്റെ നിങ്ങൾക്ക് വേണ്ടത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ R&D നിങ്ങൾക്ക് റേഡിയോ ആൻഡ് TV ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI മതി കേട്ടോ. SACയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ITI ആണ് യോഗ്യത. ഇത് നിങ്ങൾക്ക് ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിയാൽ മതി, നിങ്ങൾ കോഡ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 നോട്ടിഫിക്കേഷനും അതൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈ SAC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ITI വെച്ചിട്ടാണ്, APEC എന്ന് പറയുന്നത് ഡിപ്ലോമ വെച്ചിട്ടാണ്, TOCയും PECയും BE ഓർ BTech വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ട്രേഡ് എന്നാണോ എന്നുള്ളത് വിളിച്ചിരിക്കുന്നത് നോക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, യെസ്, ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതാ ഇത് വന്നിരിക്കുന്നത് കൊൽക്കത്ത. പിന്നെ അപ്പോൾ നമ്മുടെ ചെന്നൈയിൽ നമുക്ക് APE ആണുള്ളത്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. ECE ETC അല്ലെങ്കിൽ EEE അല്ലെങ്കിൽ E&I ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലേ. APE നമുക്ക് ഡിപ്ലോമ തന്നെയാണല്ലോ അല്ലേ, ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ് ഞാൻ. ഇത് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഡിപ്ലോമ തന്നെയാണ്. യെസ്, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ എല്ലാം പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്കിത് അവിടെ ഓരോന്നും നിങ്ങളുടെ ഡിസിപ്ലിൻ നോക്കാം. എവിടെ ഓരോ സോൺ വൈസ് നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് വാക്ക്-ഇൻ സെലക്ഷനാണ്. ഇനി നമുക്ക് ഇത് നമ്മൾ കഴിഞ്ഞു, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇനി അടുത്തത് നമുക്കിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിതിലൊരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു റെസ്യൂമേ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. അതും ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റും അതിൻ്റെ എല്ലാം ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വാക്ക്-ഇൻ സെലക്ഷനിൽ പോകണം. വാക്ക്-ഇൻ സെലക്ഷൻ്റെ വെന്യൂ ഡേറ്റ് ഞാൻ പറയാം. വാക്ക്-ഇൻ സെലക്ഷനിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ, അതായത് അപ്ലിക്കേഷൻ ഫോം ആൻഡ് റിസീവിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തും കൂടെ വേണം, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഫോട്ടോ കോപ്പി വേണം. എന്തൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടി ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മാർക്ക് എന്താണ്, BE ഓർ BTech അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഫോട്ടോ കോപ്പിയും വേണം. പിന്നെ CGPA to % കൺവേർഷൻ സർട്ടിഫിക്കറ്റ്, ഇത് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമുക്കിപ്പോൾ ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ആണ്, CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ആണ് അല്ലെങ്കിൽ SGPA ഒക്കെ ആണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് % ആക്കേണ്ടത് എന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ, അതായത് കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലാത്തൊരു മാത്രം അത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഗ്രേഡ് പോയിൻറ്റിനെ % ആക്കേണ്ടത് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം എന്നുള്ള കണ്ടീഷനാണ്, അതാണത്. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് മതി, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് കൊണ്ടുപോകുക. പിന്നെ നിങ്ങൾക്ക് EWS OBC SC അങ്ങനെയുള്ളവർക്ക് റിസർവേഷനും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റി പ്രൂഫിനായിട്ട് ആധാർ കാർഡോ പാസ്പോർട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും മതി, ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ അതുപോലെ തന്നെ PW ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളും എക്സ് സർവീസ്മാനൊക്കെ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും കൊണ്ടുപോകണം. ഇനി വാക്ക്-ഇൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ വാക്ക്-ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് എവിടെയാണ് അതിൻ്റെ വെന്യൂ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സൗത്ത് സോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചെന്നൈയിലാണ് നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടത്. ഇവിടെ കാണാം 19/6/2026 ഈ പറയുന്ന സൗത്ത് സോണിൽ നമ്മുടെ ചെന്നൈയിൽ വാക്ക്-ഇൻ സെലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ECL സോണൽ ഓഫീസർ ഇക്കണോമിസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്തണം എന്നുള്ളതാണ് 19/6/2026. ഇനി അതെല്ലാം മറ്റ് സോണിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡേറ്റുകളിൽ അവിടെ എത്തിപ്പെടാം, അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ
ഇതിലേക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ ആദ്യം തന്നെ രജിസ്ട്രേഷനാണ്. നമ്മൾ ഈ പറയുന്ന വോക്ക് ഇൻ സെലക്ഷന് ഡേറ്റിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈയിലാണ് പോകുന്നതെങ്കിൽ 19/6/2026 നമ്മളവിടെ വോക്ക് ഇൻ സെലക്ഷന് പോകുന്നു. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നമ്മുടെ ഡോക്യുമെൻ്റ് ഒക്കെ അവർ നോക്കും. നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പിന്നീട് പേഴ്സണൽ ഇൻ്റർവ്യൂ അതുപോലെ ഫൈനൽ സെലക്ഷനിലേക്ക് വരികയാണ് ചെയ്യുക. 3 ക്രൈറ്റീരിയ ആണ് എടുക്കുന്നത്. അതിൽ എയിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ BR/BTech അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ IT നമുക്ക് ഇരിക്കുന്ന പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കി 20% അതിനെ പരിഗണിക്കും. ഇപ്പോൾ 100% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ 100% നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ BR/BTech മാർക്ക് ഉണ്ടെങ്കിൽ 20%. അപ്പം ഇവിടെ 100% ആണല്ലോ മാർക്ക് എടുക്കുക. അപ്പോൾ എത്രയാണോ മാർക്കിൻ്റെ 100 മാർക്കാണെങ്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ കിട്ടും 100% മാർക്ക് ഉണ്ടെങ്കിൽ. ഇനി അതിന് കുറയുന്നതനുസരിച്ച് അവിടെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പിന്നെ എടുക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. അത് ഓരോ പോസ്റ്റിനും ഓരോ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് 3 വർഷത്തേക്ക് മിനിമം എക്സ്പീരിയൻസ് 3 വർഷമാണ്. അങ്ങനെ ഉണ്ട് 15 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അങ്ങനെ മാക്സിമം 30 മാർക്കാണ് കിട്ടുക. ഇനി ടെക്നിക്കൽ ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 30 മാർക്കാണ് മാക്സിമം കിട്ടുക. അതിൽ 10 മാർക്ക് ഒരു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതിന് 10 മാർക്ക് കിട്ടും. പിന്നീട് വരുന്ന ഓരോ വർഷം കൂട്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് പോലെ നിങ്ങൾക്ക് 10 കൂട്ടി വരും. അങ്ങനെ 30 മാർക്ക് മാക്സിമം കിട്ടും. അതുപോലെ തന്നെയാണ് സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ പോസ്റ്റിൻ്റെതും നമുക്ക് വരുന്നത് 30 മാക്സിമം. ആദ്യത്തെ 2 വർഷത്തിന് 15 മാർക്ക്. പിന്നീട് വരുന്ന ഓരോരോ വർഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം കേട്ടോ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 5 മാർക്ക് നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഇവിടെ A, B ആൻഡ് C ഈ 3 ഫൈനലായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആരാണോ അവരാണ് ഇതിൽ സെലക്ട് ആകുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമ്മൾ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ടൈം നമ്മൾ വോക്ക് ഇൻ സെലക്ഷൻ്റെ ഡേറ്റിൽ പോയാൽ 9 to 11:30 ഇടയിൽ അവിടെ എത്തണം. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമോ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ലഭിക്കുകയെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്ലിക്കേഷൻ ഫോം ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ECL റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് വോക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് 21 പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് കാണാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ താഴോട്ട് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വരിക. ഓക്കെ. ഇവിടെ ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് നമുക്കിവിടെ കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ലിങ്ക് 1 ലിങ്ക് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് 1 എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനും മറ്റത് അനുബന്ധത്തിൽ കൊടുത്തതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ടും ഓപ്പൺ ആക്കി നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്നു. ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം. ഈ അപ്ലിക്കേഷൻ ഫോമാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ വേർഡിലിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ ഫോട്ടോ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ. ഇത് നമുക്ക് വേർഡിലിട്ട് പ്രിൻ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഒരു അപ്ലിക്കേഷൻ ഫോം നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അഡോബിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അഡോബിലിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഇതൊക്കെ കറക്റ്റായിട്ട് ഡ്രോപ്പ് ഡൗൺ മെനു ഒക്കെ ആണ്. ഇതൊക്കെ അതേപോലെ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. നമ്മൾ ഇതല്ലാതെ പ്രിൻ്റ് എടുത്ത് ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യേണ്ട. എന്നിട്ട് ഫോട്ടോ ഒട്ടിക്കുന്നത് നമുക്ക് എങ്ങനെയാണോ അതിൽ അഡോബിൽ ഇടുമ്പോൾ കാണിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയി വരുമോ എന്നറിയില്ല. ഞാനിത് മൊസില്ലയിലാണത് ജസ്റ്റ് ബ്രൗസറിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് അത് ഫംഗ്ഷനിങ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫോം നമ്മൾ ചെയ്യേണ്ടത് അഡോബിലിട്ടിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുക അതുകൊണ്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. നിശ്ചിത വോക്ക് ഇൻ സെലക്ഷൻ ഡേറ്റിലേക്ക് അവർ പോകണം. ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് 2ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഓക്കെ. 2ാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഞാനതിൻ്റെ ഇതൊന്നും എടുക്കട്ടെ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും MGVCL എന്ന് പറയും. ഓക്കെ. ഇതിൽ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇനീഷ്യലി അത് പെർമനൻ്റ് ആവില്ല. അതിന് കുറച്ച് കണ്ടീഷൻ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാം ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇവിടെ വിദ്യുത് സഹായകൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ മറ്റൊരു പേര് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ അതായത് GUVNLൻ്റെ മറ്റ് സബ്സിഡറി ആയിട്ടുള്ള നിങ്ങൾക്കൂടെ കാണാം MGVCL, DGVCL അങ്ങനെ കുറച്ച് കമ്പനികളുണ്ട്. ഇതിലേക്കാണ് നിലവിൽ വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രി അതായത് BR/BTech ആണ് വേണ്ടത്. ഓക്കെ. BR/BTech നിങ്ങൾക്ക് ഇലക്ട്രിക്കലോ ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ ഈ പറഞ്ഞിരിക്കുന്ന ഓക്കെ അതായത് BA ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓക്കെ EEE ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BR/BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്ന ബാക്ക്ലോഗ് പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് പോയ പേപ്പറൊന്നും ഉണ്ടാകാൻ പാടില്ല കണ്ടീഷനാണ്. നമുക്ക് ആവറേജ് 55% നമ്മുടെ ലാസ്റ്റ് ഇയർ വൈസ് ആണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 2 സെമ്മിൽ നമുക്ക് ആവറേജ് 55% മിനിമം മാർക്കും നമുക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്.
ഓക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ BE ഇലക്ട്രിക്കൽ, ബിടെക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന അതത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന EEEക്കൊക്കെ എന്താണ് ഇക്വലൻ്റ് ആയിട്ടാണ് നമ്മുടെ ഡിഗ്രി എങ്കിൽ നമുക്ക് ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇനിഷ്യലി ഇതിലേക്ക് 2 വർഷത്തേക്ക് ഒരു ടെമ്പററി ലെവലിലാണ് നിയമിക്കുന്നത്. പക്ഷേ അത് പെർമനൻ്റ് ആകും. അപ്പോൾ ആ ടെമ്പററി ലെവലിൽ നമ്മൾ നിയമിക്കുന്ന സമയത്ത് 48,000 പെർ മന്ത് നമുക്ക് ലഭിക്കും ആദ്യത്തെ വർഷം. സെക്കൻഡ് ഇയറിലേക്ക് 50,700 പെർ മന്ത് നമുക്ക് ലഭിക്കുക. ഇനി ഇതിൻ്റെ സ്കോപ്പ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൽ ഇനിഷ്യലി 2 വർഷത്തേക്കാണ്, 2 ഇയേഴ്സ് ആണ് നമുക്ക് ഈ പറയുന്ന വിദ്യുത് സഹായക അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്ക് നമുക്ക് റെഗുലർ ബേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എടുക്കും. അത് നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് 2 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പെർമനൻറ്റ് ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എടുക്കും. അപ്പോഴുള്ള സ്കെയിലാണ് പറയുന്നത് 40,400 മുതൽ 1,00,000 നിങ്ങൾക്കൂടെ കാണാം 1,200 എന്ന് പറയുന്ന ഒരു സ്കെയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് പെർമനൻറ്റ് വേക്കൻസി പോലെ തന്നെയാണ്. അപ്പോൾ മേ ബി നമ്മൾ ഇതിലേക്ക് പരിഗണിക്കുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിസർവേഷൻ ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം ഇത് നമുക്ക് ഗുജറാത്തിലായതുകൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ്റിന് കീഴിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല. പക്ഷേ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. 183 വേക്കൻസിയാണ് നിലവിൽ. ഫ്യൂച്ചറിൽ കൂടുതൽ വേക്കൻസികൾ റിട്ടയർമെൻറ്റ് അതുപോലെ ന്യൂ പോസ്റ്റ് പ്രൊമോഷനോടൊക്കെ ഉള്ള വേക്കൻസികളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിലവിലെ വേക്കൻസികളും ഓരോരോ കമ്പനിയിൽ എത്ര വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ജനറൽ വേക്കൻസി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപേക്ഷ ഫീസ് 500 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗുജറാത്തിലൊക്കെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ കൊടുക്കുക. അല്ലാതെ വെറുതെ നമ്മൾ അപ്ലൈ ചെയ്ത് ക്യാഷ് കളയണ്ട. നമുക്ക് 500 രൂപ അപേക്ഷാ ഫീസ് വരും. നമുക്ക് റിസർവേഷനോ കാര്യങ്ങളോ കിട്ടില്ലാത്തതുകൊണ്ട് ആ എമൗണ്ടാണ് നമ്മൾ അടയ്ക്കണം. പിന്നെ ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 12 മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂലൈ 2 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ അത് നമുക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് അല്ലാതെ അതർ സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 85% ഇപ്പോൾ ഗുജറാത്തിലുള്ള അവിടെ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആണ് കൊടുക്കുന്നത്. 85%, അതായത് ഇപ്പോൾ 100 വേക്കൻസി ഉണ്ടെങ്കിൽ 85 വേക്കൻസി എന്തായിരിക്കും ഈ പറയുന്ന ഗുജറാത്തിൽ താമസിക്കുന്ന ഡൊമസൈലായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇനി നമുക്ക് നോൺ ഡൊമസൈൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള, അതായത് അതർ സ്റ്റേറ്റ്, ഈ പറയുന്ന ഗുജറാത്ത് അല്ലാത്ത മറ്റ് സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബാക്കി 15% മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ 100 വേക്കൻസി ആണെങ്കിൽ 15 വേക്കൻസിയിലേക്ക് മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ. അത് ജനറൽ ആയിട്ട് ഒഴിച്ചിട്ടാണ്. അതിലേക്കാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് പോയിട്ട് എക്സാം എഴുതും എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് എക്സാം ഉണ്ടാവും. ഫസ്റ്റ് 2 ടിയറാണ് വരുന്നത്. ടിയർ 1 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ നിങ്ങൾ CBT എക്സാമാണ്. 50 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ നിങ്ങൾ സെക്കൻഡ് ടിയറിലേക്ക് സെലക്ട് ആവും. സെക്കൻഡ് ടിയറിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനാണ്. 100 മാർക്കാണ്. അതിൻ്റെ സ്കീമും അതിൻ്റെ സിലബസും ഒക്കെ അതിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരും താല്പര്യം ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗുജറാത്തി ലാംഗ്വേജ് ഇതിലുണ്ടാകും. അത് ഒരു സംഭവമാണ്. ഓക്കെ. അപ്പോൾ നമ്മളത് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും പാസ്സാകാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം അതിലുണ്ട്. ഇത് നമുക്ക് നിർബന്ധമായിട്ടും സിലബസിലുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. പിന്നെ അത് ടിയർ 1ലാണ് കേട്ടോ. പിന്നെ ടിയർ 2 നമുക്കില്ല. എനിക്ക് തോന്നുന്നു ടിയർ 1 നമ്മൾ ടോട്ടൽ 100 മാർക്കിൽ 50 മാർക്ക് വാങ്ങിയാൽ മതി. ഇനി ഇത് എന്താ പറയുക, ഈ പറയുന്ന ഓരോരോ ഏരിയ വൈസ് ആയിട്ടുള്ള ആ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ അതുണ്ടാവും എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്കീം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഞാനിത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, മേ ബി ഗുജറാത്തിലൊക്കെ താമസിക്കുന്ന മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആണെങ്കിൽ എഴുതി നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലേ, ഇത് ECLൻ്റെ ചെയ്തില്ലേ, നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ECLൻ്റെ ഇതിൽ തന്നെയാണ് വരിക. ECLൻ്റെ ഏറ്റവും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ ECL താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇതിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാണ് JUVNL എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, JUVNL അപ്ലിക്കേഷൻ ഫോം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഈ പേജിലേക്കാണ് വരിക കേട്ടോ. ഈ പേജിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ടു രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും.
അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്